ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കല്യാണി എടുത്ത് സരിയു പറയുന്നുണ്ട്, ഇനി നിങ്ങൾ മനോഹറിനെ കുഞ്ഞെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയില്ല കല്യാണി, പക്ഷെ അവനായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി എന്റെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല. മതി, പതുക്കെ മതി, അതിനെ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. പക്ഷെ ഒരു കാര്യം മാത്രം, അവൻ മാറി സരിയു, അത് എല്ലാവരും അംഗീകരിച്ച പോലെ നീയും അംഗീകരിക്കണം. സരിയു പറയണ്ട്, ഞാൻ പറഞ്ഞല്ലോ കല്യാണി, അവന്റെ മാറ്റം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് അവനെ ഭർത്താവായിട്ട് ഇനി കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ കുഞ്ഞിന്റെ അച്ഛനായിട്ട് അവൻ എപ്പോ വേണമെങ്കിലും കാണാൻ പോവുകയോ എന്റെ കുഞ്ഞിനെ അവനെ കാണുകയോ അവനെ കാണാൻ വരികയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഞാൻ അതിനൊന്നും എതിരല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ് സരിയു. അത് കേൾക്കുമ്പോൾ കല്യാണിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. സരിയുക്ക് നല്ലൊരു മാറ്റം വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് സരിയു ഇറങ്ങുമ്പോ തന്നെ അവിടേക്ക് വരുവാണ് നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയും കൂടി ചേർന്നിട്ടോ. ആഹാ, സരിയു എപ്പ എത്തി എന്ന് കാർത്തിക ചോദിക്കുമ്പോ ഞാനിപ്പോ വന്നേ ഉള്ളൂ, പോകുവാണോ, ചായ എടുക്കട്ടെ? ഓ വേണ്ടെന്നേ, കമ്പനിയിൽ പോകാനുണ്ട്, അറിയാലോ കല്യാണി ഇപ്പൊ അവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ കമ്പനിയിൽ കുറച്ചധികം വർക്ക് ഉണ്ട്, കിരണും വല്ലപ്പോഴും അല്ലേ വരുന്നുള്ളൂ. മനസ്സിലായി. പിന്നെ സരുവിനൊന്ന് കാണാൻ നിൽക്കായിരുന്നു ഞങ്ങള് എന്ന് പറയാണ്. എന്താ, അല്ല മനോഹറിന്റെ വിവരമൊക്കെ അറിഞ്ഞിരുന്നുവല്ലോ അല്ലെ? അത് അറിയാതിരിക്കുമല്ലോ, ടിവിയിൽ അതന്നെയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ വേറൊന്നുമല്ല സരിയു, മനോഹർ ഇപ്പൊ മാറി, ഇനിയെങ്കിലും നിനക്ക് മാറി ചിന്തിച്ചൂടെ സരിയു എന്ന് ലക്ഷ്മിയമ്മ ചോദിക്കുകയാണ്. സരിയു പറയണ്ട്, ഞാനിപ്പോ അതിനെക്കുറിച്ച് കല്യാണി എടുത്ത് പറഞ്ഞിട്ട് വന്നേ ഉള്ളൂ. എന്റെ ജീവിതം പഴയ സരിയുനെ മാറ്റി പുതിയ സരിയു ആക്കിയത് കല്യാണിയും കിരണും കൂടി ചേർന്നിട്ടാണ്. അവരെന്റെ നല്ലതിന് വേണ്ടി മാത്രമേ എന്തെങ്കിലും ചെയ്യുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ ഇനിയിപ്പോ മനോഹറിനെ കാണിക്കണമെങ്കിൽ ഞാൻ ഒരു എതിർപ്പും പറയില്ല. എന്റെ കുഞ്ഞെ വേണമെങ്കിൽ അവനെ കൊണ്ട് ജയിലിൽ കാണിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. അതിനോ ഞാൻ ഒരിക്കലും ഇനി എതിർക്കില്ല. പക്ഷെ അവന് ഭർത്താവായിട്ട് കാണാൻ വേണ്ടി എനിക്കിനി പറ്റുമോന്ന് അറിയില്ല. അങ്ങനെ പറ്റുന്നൊരു സമയം ഞാൻ ശ്രമിക്കാം എന്നൊക്കെ സരിയു ഇങ്ങനെ പറയാണ്. കാർത്തിക പറയണ്ട്, മതി, ശ്രമിച്ചാ മതി, നിന്നെ കൊണ്ട് പറ്റും സരിയു. തെറ്റ് ചെയ്ത മനുഷ്യരില്ലല്ലോ, അവന്റെ ആ ഒരു സമയത്ത് അത് അവൻ തെറ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം അതുകൊണ്ട് തകർന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അവൻ അതിനിപ്പോ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ്. നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിനെ അവനെ കാണിച്ചോ, അവനാണ് അച്ഛൻ എന്ന് പറഞ്ഞ് കുഞ്ഞെ വിളിപ്പിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. കുറച്ചു ദിവസം മുമ്പ് വരെ കിരണിന്റെ പേരാണ് അച്ഛന്റെ സ്ഥാനത്ത് കൊടുക്കാൻ വേണ്ടി അവൻ സ്കൂളിൽ കൊച്ചു ചേർക്കുമ്പോ ക്ലാസ്സിൽ ചേർക്കുമ്പോഴേക്കും അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് അവന്റെ പേര് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്, കിരണിന്റെ പേര്. പക്ഷെ ഇപ്പൊ ഞാൻ പറയാണ്, മനോഹറിന്റെ പേരിനെ കൊടുത്തോ, എനിക്കൊരു കുഴപ്പമില്ല, മുരുകൻ തന്നെ കൊടുത്തോ, കുഴപ്പമില്ലെന്ന് പറയണം. സരിയുവിന്റെ മാറ്റം ഞങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് പറഞ്ഞത് മാത്രം പോരാ സരിയു, നീ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കുകയും വേണം എന്ന് ലക്ഷ്മി അമ്മ പറയുമ്പോ തീർച്ചയായിട്ടും ലക്ഷ്മിയമ്മേ, എന്ന് ഞാൻ ഇറങ്ങട്ടെ, സമയം ഒത്തിരിയായി. ആയിക്കോട്ടെ എന്ന് പറയാണ്. എല്ലാവരും പുച്ഛത്തോടു കൂടി തന്നെ തിരിഞ്ഞു നോക്കിയതിനു ശേഷം അവിടെ നിന്ന് അങ്ങ് പോകുവാണ് സരിയു കേട്ടോ. പിന്നീട് കാണിക്കുന്ന വിക്രത്തിനെയാണ്. വിക്രത്തിന്റെ അടുത്തേക്ക് വാർഡൻ വരുന്നുണ്ട്. എടാ വിക്രമേ, നാളെ നിനക്ക് പരോളിന് ഇറങ്ങാം. നാളെ ഇറങ്ങാൻ പറ്റും? ഇറങ്ങാടാ, വിഷുവൊക്കെ അല്ലേ, നീയേ നല്ല നടപ്പ് നടന്നിട്ട് തിരിച്ചു വരാൻ വേണ്ടി നോക്കതേ. ഇവിടുന്ന് രണ്ടുപേര് പോയതിന്റെ അവസ്ഥ അറിയാലോ, രണ്ടുപേരും ഇപ്പൊ ജീവനോടെ ഇല്ല. ഇപ്പൊ നീ പോകാൻ പോവാണ്, നിന്നെ ഞങ്ങളൊന്ന് ശരിക്കൊന്ന് കണ്ടോട്ടേടാ. ചിലപ്പോ നീ ഇവിടെ തിരിച്ചു വന്നില്ലെങ്കിലോ? സാറേ, ഞാൻ തിരിച്ചു വരും, എനിക്കങ്ങനെ തിരിച്ചു വരാതിരിക്കണം എന്നൊന്നുമില്ല. പിന്നെ സാഹചര്യം പോലല്ലേ സാറേ നടക്കണത്. ഇവിടുന്ന് രാഹുൽ അങ്കിള് പോയപ്പോ രാഹുൽ അങ്കിള് തിരിച്ചു വരുമോന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അവിടെ പോയപ്പോഴല്ലേ സാഹചര്യങ്ങളൊക്കെ മാറിയത്. അതന്നെയാണ് നിന്റെ അടുത്തും പറയുന്നത്. അവിടെ പോയി കഴിയുമ്പോ നീ ഇനി വടിയാകോന്നൊന്നും അറിയില്ലല്ലോ. ഇനി നിന്റെ ശവമാണ് ഞങ്ങൾ കാണണമെങ്കിലോ, ചിലപ്പോ നിന്നെ അവസാനമായിട്ട് കാണാൻ പറ്റുന്നത് ഇപ്പോഴാണെങ്കിലോ എന്നൊക്കെ വാർഡൻ പറയാണ്. അപ്പൊ കൂടെയുള്ള പ്രതികൾക്കൊക്കെ ഇങ്ങനെ പറയണ്ട്, അതെ എല്ലാവരും നമ്മുടെ വിക്രത്തിനെ ഒന്ന് ശരിക്കും കണ്ടോ, ചിലപ്പോ ഇനി ഇവനെ നിങ്ങക്ക് കാണാൻ പറ്റില്ലെന്ന് വരും എന്ന് പറയുമ്പോ മനോഹർ പറയണ്ട്, അതെ സാറേ, സാർ അത് പറഞ്ഞത് വളരെ ശരിയാണ് കേട്ടോ. കാരണം ഇവന്റെ അന്ത്യം മിക്കവാറും ഇവന്റെ അച്ഛന്റെ കൈ കൊണ്ടായിരിക്കും സാറേ. ഇവൻ ഇവിടുന്ന് പോണതേ ഇവന്റെ പെങ്ങന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാണ്. ആണാടാ, നീ അതിനാണ് പോണത്? സാറേ, ഞാൻ എന്തായാലും പരോളിനൊന്ന് സമാധാനത്തോടെ ഇറങ്ങട്ടെ, നിങ്ങൾ അതും ഇതും ചോദിച്ചുകൊണ്ടേ ഇരിക്കല്ലേ എന്ന് വിക്രം പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുകയാണ്. മനോഹർ അവിടുത്തെ വാർഡനോട് പറയുന്നുണ്ട്, സാറേ സാറ് നോക്കിക്കോ, ഇവൻ തിരിച്ചു വരില്ല, ഉറപ്പാണ് സാറേ. ഇവനെ വളർത്തി വഷളാക്കിയത് ഇവന്റെ അച്ഛനും അമ്മമ്മയും കൂടി ചേർന്നിട്ടാണ്. അവരുടെ കൈ കൊണ്ട് തന്നെയായിരിക്കും സാറേ ഇവന്റെ അന്ത്യം സംഭവിക്കാൻ പോകുന്നത്. എന്തെങ്കിലും ആവട്ടേടാ, ഇനിയിപ്പോ അവരുടെ ശത്രുക്കളുടെ ലിസ്റ്റിൽ ഇവനും അതുപോലെ തന്നെ ആ പറഞ്ഞ സ്റ്റെഫിയും കൂടിയല്ലേ ഉള്ളൂ. ഇവനും ആ സ്റ്റെഫിയും കൂടി അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ശത്രുക്കൾ കുറഞ്ഞു കിട്ടില്ലേടാ, അത് അവർക്കും നല്ലതല്ലേ. അത് സാറ് പറഞ്ഞ ശരി തന്നെയാണ് എന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ വിക്രം പരോളിന് ഇറങ്ങാട്ടോ. പരോളിന് ഇറങ്ങുന്ന വിക്രം ആദ്യം പോണത് സരയുവിനെ കാണാൻ വേണ്ടി തന്നെയാണ്. സരയുമായിട്ട് പുതിയ പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കാണ് നമ്മുടെ വിക്രം സരയുവിനെ കാണുമ്പോ ആദ്യം ചോദിക്കുന്നത്, നീ പഴയ സരയു ആണോ അതോ മനസ്സ് മാറി കിരണിനെയും കല്യാണിനെയും ദൈവത്തെ പോലെ കാണുന്ന പുതിയ സരയു ആണോ എന്ന് ചോദിക്കാണ്. സരയു പറയണ്ട്, എടാ ഞാൻ ആ പഴയ സരയു തന്നെയാണ്.
കിരണിനെ മുറച്ചെറുക്കനായിട്ട് സ്നേഹിച്ച അതേ പഴയ സരയു തന്നെ എന്നോട് രാഹുലങ്കൾ പറഞ്ഞായിരുന്നു. രാഹുലങ്കൾ എപ്പോഴും നിന്റെ നല്ലത് നടക്കണം, അപ്പൊ നീ ആഗ്രഹിച്ചതൊക്കെ സാധിച്ചു തരണമെന്ന് മാത്രമേ രാഹുൽ അങ്കളിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ, രാഹുലങ്കളെ വളരെ നീചമായിട്ട് കൊന്നു കളഞ്ഞതല്ലേ എന്ന് പറയുമ്പോ അതേടാ കൊന്നു കളഞ്ഞ തന്നെയാണ്. പക്ഷെ എനിക്ക് അതിനെതിരെ കംപ്ലൈന്റ് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. നിനക്കറിയാലോ എന്താ കാരണമെന്നൊക്കെ. എനിക്കറിയാൻ സരിയോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നത്. നോക്ക്, ഞാൻ പരോളിന് ഇന്ന് രാവിലെ ഇറങ്ങിയുള്ളൂ. തിരിച്ചു കയറണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല സരിയോ. ഞാൻ അഥവാ ഇവിടെ ജീവനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ കല്യാണിനെ കാർത്തികിനെ കൊന്നിട്ടായിരിക്കും. ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ജയിലിലേക്ക് പോകാം, അല്ലെങ്കിൽ ഞാൻ മരിക്കണമെങ്കിൽ മരിക്കട്ടെ. പക്ഷെ ആ കല്യാണിനെ കാർത്തികേനെ ഞാൻ ഇല്ലാതാക്കും എന്ന് വിക്രം പറയാണ്. അപ്പൊ സരിയ പറയണ്ടടാ, എനിക്ക് ആ കല്യാണി ഒന്ന് കൊന്നു തന്നാ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണമെന്നില്ല. ആ കല്യാണി തീർന്നെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ മുറച്ചെറുക്കായിട്ടുള്ള കിരണിനെ തിരിച്ചു കിട്ടൂ എന്ന് പറയാണ്. വിക്രം പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട സരിയോ, ഞാൻ ആദ്യത്തെ എന്റെ ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് കല്യാണി തന്നെയാണ്. അവളിപ്പോ റെസ്റ്റിലാണല്ലോ, അവൾക്ക് വലിയ ആരോഗ്യവും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവളെ കീഴ്പ്പെടുത്താൻ സാധിക്കും. സരിയോ പറയുന്നുണ്ട്, എടാ പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവളുടെ കൂടെ അവളുടെ ചേച്ചി കാർത്തികയുണ്ട്, ലക്ഷ്മി അമ്മയുണ്ട്, പിന്നെ നിന്നെ ആ താലോലിച്ച് വളർത്തി നിന്റെ അച്ഛനുണ്ടല്ലോ, അവളുടെ ഇടവും വലുവായിട്ട് നിൽക്കുവാണ്. അവൾക്ക് മുറ്റത്തിറങ്ങണമെന്ന് പറയുമ്പോ കൈ പിടിച്ചിട്ടാ മുറ്റത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. അയാളെ എന്റെ ലിസ്റ്റിലുണ്ട്. പക്ഷെ ആദ്യം കല്യാണി, പിന്നെ കാർത്തിക. സമയമുണ്ടെങ്കിൽ അങ്ങേരെ ഒന്ന് തട്ടണം. പണം കണ്ടപ്പോഴൊക്കെ അയാള് അവരുടെ നേരെ തിരിഞ്ഞല്ലോ, എന്നെ വേണ്ടതായി അയാൾക്ക്. അതേടാ, ഇപ്പൊ എല്ലാരും കൂടെ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ, മനോഹർ ആകെ മാറിയെന്ന്. മനോഹറിനെ സ്നേഹിക്കാനാ എല്ലാവരും എന്നെ പറഞ്ഞു തരുന്നത് എന്ന് പറയണം. മനോഹർ അവനെ ജയിലിൽ ഇപ്പൊ ഹീറോ പോലെയാണ് നടക്കുന്നത്. നിനക്കറിയാവോ ഹീറോ? അതെ, ഗംഗപ്രസാദിനെ കൊന്നല്ലോ അവൻ. അതുകൊണ്ട് ജയിലിലുള്ള എല്ലാവരും അവനിപ്പോ ഹീറോനെ പോലെയാ കാണുന്നത്. അതിന്റെ ഒരു ഹുങ്ക് അവനെ നന്നായിട്ടുണ്ട് എന്ന് പറയാണ്. പിന്നെ വേറൊരു സംഭവം അറിഞ്ഞു സാരിയോ, അവന്റെ കേസ് എടുക്കാൻ പോണത് ആരാന്നറിയാവോ? ആ നവീൻ വക്കീല, ആ നരസിംഹത്തിന്റെ ചെറുമകൻ നവീൻ. ഓ, അവനാണോ? ഇനി അവനെങ്ങാനും കേസൊക്കെ അങ്ങനെ വേറെ രീതിയിൽ വഴിതെറ്റിച്ചു വിട്ടിട്ട് ഇവനെങ്ങാനും രക്ഷപ്പെടുത്തി എടുക്കോടാ. അതൊന്നും എനിക്ക് അറിയില്ല സരിയു. എന്തായാലും മനോഹർ എന്റെ ലിസ്റ്റിലൊന്നുമില്ല. മനോഹറിനെ കൊല്ലണമെങ്കിൽ നീ അങ്ങോട്ട് കൊന്നോ എന്ന് വിക്രം പറയാണ്. സരിയു പറയണ്ട്, എടാ എനിക്കും കിരണിനെ ഒന്നിക്കാൻ വേണ്ടി മനോഹറിനെ കൊല്ലണോന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മനോഹറിനെ കൊന്നിരിക്കും എന്ന് പറയണം. അപ്പൊ ഇവിടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ താര ശ്രദ്ധിക്കുന്നുണ്ടോ. പക്ഷെ താരെടുത്ത് സരിയു പറയണ്ട്, ഞാനും വിക്രം സംസാരിക്കണതും ഞങ്ങളുടെ പ്ലാനിങ്ങും ഒരു കാരണവശാലും അമ്മ പുറത്ത് പറയരുത്. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മക്ക് ഇങ്ങനത്തെ ഒരു മോളില്ലെന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതി എന്ന് പറയണം. പക്ഷെ ഇനി സരുവിന്റെ ക്രൂരതകളും വൃത്തികേടൊന്നും കണ്ടും കേട്ടും ഇരിക്കാൻ നമ്മൾ ഒരിക്കലും നമ്മുടെ താരക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ താര തന്നെയായിരിക്കും തന്റെ മകളായിട്ടുള്ള സരുവിന്റെ കാലനായിട്ട് വരാൻ വേണ്ടി പോണത്. ഒന്നില്ലെങ്കിൽ താര സത്യങ്ങളൊക്കെ തന്നെ കിരണിനോടും കല്യാണിയെടുത്തും തുറന്നു പറയും, അല്ലെങ്കിൽ താരയുടെ കൈകൊണ്ട് തന്നെയായിരിക്കും സരയുവിന്റെ അന്ത്യം സംഭവിക്കുന്നത്. എന്തായാലും നാളെ നമ്മുടെ സീരിയൽ ഇല്ല കേട്ടോ, നാളെ സിനിമയാണ്. 7 മണി മുതലുള്ള സീരിയൽ മാത്രമേ, നാളെ 7 മണി തൊട്ട് 11 മണി വരെയോ 10 മണി വരെയുള്ള സീരിയൽ മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ഈ ഒരു മൗനരാഗം എന്ന് പറഞ്ഞ സീരിയൽ നാളെ ഇല്ല. മൗനരാഗവും ശാന്തനും ഇല്ല, ബാക്കി സീരിയലുകളെല്ലാം ഉണ്ട്. ഉച്ചക്കുള്ള സീരിയലും ഇല്ല. അപ്പൊ നാളത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.